സൂര്യാകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് CIASL അക്കാഡമി കൊച്ചിയിലാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ കുട്ടികളൊക്കെ അവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കമാൺ. സാമ്രാജ്യം ഞാൻ കുട്ടിക്കാലത്ത് കണ്ട സിനിമകളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. കാരണം അതുവരെ അങ്ങനൊരു അധോലോക മൂവി സത്യത്തിൽ അധികം ഇറങ്ങിയിട്ടില്ലായിരുന്നു മലയാളത്തിൽ. മമ്മൂട്ടിയുടെ ഒരു മാസ് പ്രകടനവും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങൊക്കെ വേറെ ലെവലായിരുന്നു. അതിലിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ പഞ്ച്, ഓരോ പഞ്ചിനും ഒരു പ്രത്യേക എക്കോ, ഒരു റിവർബൊക്കെ ഇട്ടിട്ടാണ് ആ പഞ്ചിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തത്. അത് റിലീസായിട്ട് ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായ മൂവിയാണ്. ആ മനോഹരമായ മൂവിയിലെ മാസ് ഒരു ഡയലോഗാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരതെങ്ങനെ പെർഫോം ചെയ്ത് നമുക്ക് നെടുമ്പാശ്ശേരിയിലെ CIASL അക്കാഡമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എന്താണ് ഇങ്ങനെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളോടൊപ്പമാണ് അല്ലേ? യെസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിക്കുകയാണ്. മിസ്റ്റർ ഷഹീദ്. ഷഹീദ് എവിടെയാണ്? വീട് എവിടെയാണ്? വീട് മലപ്പുറം എടപ്പാൾ മാണൂര്. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഇവിടെ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ഫയർ ഫൈറ്റിങ്ങിൻ്റെ അതിൻ്റെ ഷോർട്ട് ഫോം ഇല്ലേ? എയർഫോഫ്. ഇപ്പോൾ റെഡി സ്റ്റാർട്ട്. ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനാണെങ്കിൽ അത് ഞാൻ പിച്ചയായി തന്നിരുന്നു. ചൂണ്ടലിൽ നിന്നെ വിളിക്കാൻ ഞാൻ ചൂണ്ടലിൽ കിട്ടുന്നില്ല. കിട്ടുമല്ലോ അതിനകത്ത്. ചൂണ്ടലിൽ നീ ഇരയായി കൊരുത്തു. കിട്ടിപ്പോയി, സ്രാവിനെ കിട്ടിപ്പോയി. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയിൽ താങ്ങാവുന്നതിനും വില ഇര കൊരുത്തരുത്. ഒന്ന് മീൻ കൊളുത്താനോ പറ്റില്ല, വന്ന് മീന് തിന്നാനും പറ്റില്ല, കൊരുത്ത് ചൂണ്ടലാണ് ഒടിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ കളിക്കുന്നെങ്കിൽ ആണായി കളിക്കടാ. കളിക്കാനാണെങ്കിൽ APL കളിക്കടാ. ഈ അഷറഫും അവൻ്റെ കൂട്ടുകാരൻ ജാഫറും APL കളിച്ച് 18,000 രൂപയും കൊണ്ട് മൂന്നാറിൽ ട്രിപ്പ് പോയി. അതുപോലെ എന്തെങ്കിലുമൊക്കെ നോക്ക്. ഇറങ്ങി വേടാ, നമുക്കൊരു കൈ നോക്കാം. ശരി എന്നാ. ശരി, ഓക്കെ. അപ്പം ബെസ്റ്റി എവിടെയാണ് നാട്? എൻ്റെ വീട് മൂക്കന്നൂർ, അങ്കമാലി. അങ്കമാലിലാണ്. ഓക്കെ. ഇവിടെ ഏതിനാണ്? ഞാൻ ARFF ആണ്. എല്ലാവരും അത് തന്നെയാണ്, സെയിം ഇതാണ്. ഓക്കെ. ബെസ്റ്റിയുടെ ഭാഗം നല്ലൊരു പാട്ടാണ് നമ്മൾ. കാർമുകിലിൽ പിടഞ്ഞുണരും തുലാ മിന്നലായി നീ, വാതിലുകൾ തുറന്നണയും നീലാ നാളമായി നീ, വിവശമിന്തോ കാത്തിരുന്നും അലസമേതോ മൗനമാർന്നും, വിവശലോലം കാത്തിരുന്നു അലസമേതോ മൗനമായി, പറയാതറിഞ്ഞു നാം പാതിരയോ പകലായി, മുള്ളുകളോ മലരായി, പ്രിയാമുഖമാം നദിയിൽ നീന്തിയലയും മിഴികൾ. ആക്ഷൻ. ഒറ്റക്കെടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാൻ അത് പിച്ചയെ തരുമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാകും. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയിൽ താങ്ങാവുന്നതിലും വലിയ ഇര കുരുത്തു അല്ലേ? മീല തുടങ്ങുന്നത് നായില അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. വന്ന് മീനിന് തിന്നാനും പറ്റില്ല, ചൂണ്ട ഒടിയുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്ക്. കയറുക,
സോറി കയറി വരാനോ? കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ. ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാംശ ഏ? പുതിയ വേർഡൊക്കെ വരികയാണല്ലേ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ വായിക്കാറില്ലല്ലോ. ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാൻ അത് പിച്ചായി തരുമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്കറിയാം. നിന്റെ ചൂണ്ടയിൽ നീ എന്നെ ഇരയെ കൊരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയിൽ താങ്ങാവുന്നതിലും വലിയ ഇര കൊരുക്കരുത്. വന്ന മീനുകൾക്ക് തിന്നാനും പറ്റില്ല. ചൂണ്ട ഒടിയുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്ക്. ഇറങ്ങി വാ, നമുക്കൊരു കളി നമുക്കൊരു കണക്കിലെ കളി. 3 ഭർത്താവിന് 2 ഭാര്യ, 2 ഭാര്യക്ക് 1 ഭർത്താവ്. ഇക്കരക്കുത്തരം ചൊല്ലുവാൻ പോരാമോ? ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റൈറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പോലെ അന്തി മയങ്ങുമ്പോൾ കിടത്തണ്ണയിൽ കിടന്നിട്ട് വേണ്ട. കിടത്തിണ്ണയിലല്ല, കടത്തിണ്ണയിൽ. പക്ഷെ നന്നായിരുന്നു കേട്ടോ. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. നിങ്ങളുടെ പേരെന്താണ്? ക്രിസ്റ്റോ. 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 എല്ലാവരുടെയും വെറൈറ്റി പേരുകളുണ്ട് കേട്ടോ. ക്രിസ്റ്റോ എവിടെയാണ്? നാട് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ അമ്പല്ലൂർ കല്ലൂർ എന്ന് പറയും. ആക്ഷൻ. ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനാണെങ്കിൽ അത് പിച്ചായി തരുമായിരുന്നു. നിന്റെ ഉദ്ദേശം അതല്ല. നിന്റെ ചൂണ്ടയിൽ നീ എന്നെ ഇരയായി കൊരുത്തി. ബട്ട് കൃഷ്ണദാസ്, നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടയിൽ എന്നെ ഇരയായി കൊരുത്തി. 2 പ്രാവശ്യമായി. 2 പ്രാവശ്യം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. മിസ്റ്റർ കൃഷ്ണദാസ്, നിന്റെ ചൂണ്ടയിൽ എന്നെ ഇരയായി കൊരുത്തി. ബട്ട് കൃഷ്ണദാസ് ചൂണ്ടയിൽ ബട്ട് കൃഷ്ണദാസ് മിസ്റ്റർ കൃഷ്ണദാസ്. കൊച്ചി രാജാവിന്റെ പേരെന്താ? ജോസഫ് അല്ല നമ്പൂതിരി. ചൂണ്ടയിൽ കുടുങ്ങാൻ താങ്ങാവുന്ന വിലയേറിയ കൊരുത്തരുത്. വന്ന മീനുകൾക്ക് തിന്നാനും പറ്റില്ല. കൊളുത്തിയ ചൂണ്ട ഒടിഞ്ഞും പോവും. കളിക്കുന്നെങ്കിൽ ആണുങ്ങൾ പോയി കളിക്ക്. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ മാതിരി അന്തിമൈകുന്നേരം കടത്തിണയിൽ കിടന്നുകൊണ്ട് വേണ്ട. ഇതൊന്നും കൂടെ മനോഹരമായിട്ട് പറയട്ടെ. അല്ല, ഒരു കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനാണെങ്കിൽ അത് പിച്ചായി തരുമായിരുന്നു. ബട്ട് നിന്റെ ഉദ്ദേശം അതല്ല. നിന്റെ ചൂണ്ടയിൽ എന്നെ ഇരയായി കൊരുത്തി. മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയിൽ താങ്ങാവുന്ന വരെ ഇര കൊരുത്തരുത്. വന്ന മീനുകൾക്ക് തിന്നാനും പറ്റില്ല. കൊളുത്തിയ ചൂണ്ട ഒടിഞ്ഞും പോവും. കളിക്കുന്നെങ്കിൽ ആണുങ്ങൾ പോലെ കളിക്ക്. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ മാതിരി അന്തിമയങ്ങുന്നേരം കടത്തിണ്ണയിൽ കിടന്നുകൊണ്ട് വേണ്ട. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. എന്താണ് പേര്? അപർണ. നാട് എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴ. അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒറ്റക്കൊടുത്താൽ അതാ കിട്ടുന്ന കുറച്ച് കൈയൊക്കെ എടുത്ത് നല്ല ആക്ഷനായിട്ട് പറയാം. ചിലപ്പോൾ മിക്കവാറും ഫസ്റ്റ് പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്. ഒറ്റക്കൊടുത്താൽ കിട്ടുന്ന റെഡി 1 2 3 സ്റ്റാർട്ട്. ഒറ്റക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശായിരുന്നെങ്കിൽ ഞാനത് പിച്ചായി തരുമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല നിന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. അതിനിത്ര നാണം എന്ത്? ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. പക്ഷേ മിസ്റ്റർ കൃഷ്ണദാസ്, ഞാൻ നിന്റെ ചൂണ്ടയിൽ കൊരുന്നു. ഞാൻ നിന്റെ ചൂണ്ടയിൽ കൊരുത്തില്ല. ഏതോ ലവറടുത്ത് പറയുന്ന കൊണ്ടല്ലേ. ചൂണ്ടയിൽ കൊരുത്താനാവുന്ന മീനിനെ കൊരുത്ത്. എന്ത് പറയുന്നത്? രാത്രിയാ. താനിപ്പോ എന്താടോ പറഞ്ഞേ? പാളിപ്പോയാ? എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ആലപ്പുഴയിലാണോ നിൽക്കുന്നത്? എന്തോരം നക്ഷത്രങ്ങളാ എനിക്ക് ചുറ്റും. ഞാനിപ്പോ ഏത് ഗ്രഹത്തിലാ? ഒക്കെ പറഞ്ഞേരേ എനിക്ക്. ഒറ്റക്കൊടുക്കാൻ പറ്റുന്ന നക്കാപ്പിച്ച ചേർന്നെങ്കിൽ ഞാൻ അത് നിനക്ക് പച്ചയായി തരുമായിരുന്നു. പച്ചയായി തരുമായിരുന്നു. മല മല കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന് കുന്ന്. ഒറ്റക്കൊടുക്കാൻ പറ്റുന്ന നക്കാപ്പിച്ച കാശായിരുന്നെങ്കിൽ ഞാൻ അത് പിച്ചയായി തരുമായിരുന്നു. പക്ഷേ നിന്റെ ഉദ്ദേശം അതല്ല. എനിക്ക് നിന്റെ ബുദ്ധി മനസ്സിലാവും. പക്ഷേ മിസ്റ്റർ കൃഷ്ണദാസ്, നിന്റെ ചൂണ്ടയിൽ ഞാൻ കൊരുത്തില്ല. നീ എന്റെ ചൂണ്ടയിൽ നിന്റെ ചൂണ്ടയിൽ ഞാൻ കൊരുത്തില്ല.
ഇവരത് മീൻപിടുത്തക്കാരാണ് അവരെല്ലാരും. നിന്റെ ചൂണ്ടയിൽ നീ എന്നെ ഇരയായിട്ട് കൊരുത്തും. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയിൽ വലിയ ചൂണ്ടയിൽ വലിയ തിമിംഗലം കുടുങ്ങിയോ? അല്ല, ചൂണ്ടയിൽ ഒതുങ്ങാവുന്ന മീനെ പിടിക്കും. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. താങ്ങാവുന്ന മീനെ പിടിക്ക്. ഇരയെ കൊരുക്കാവൂ. ഇല്ലെങ്കിൽ കൊളുത്തിയ ചൂണ്ട ഒടിഞ്ഞു പോവുകയും ചെയ്യും. വന്ന മീൻ തിന്നത്തുമില്ല. കളിക്കുന്നെങ്കിൽ ആണായി കളിക്ക്. ഇറങ്ങി വാടാ. നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ അന്തിമയങ്ങുമ്പോൾ കടത്തിനയിൽ കിടന്നിട്ട് വേണ്ട അല്ലേ? ഓക്കെ, രക്ഷപ്പെട്ടെന്തായാലും. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. എന്താ പേര്? എവിടെയാണ് നാട്? തൃശ്ശൂരാണ്. ആക്ഷൻ. ഒറ്റിക്കൊടുത്താ കിട്ടാ കൊള്ളാം പക്ഷെ കൊള്ളാം കേട്ടോ. ഒറ്റിക്കൊടുത്താ കിട്ടുന്ന നക്കാപ്പിച്ച കാശാണ്. അയ്യാ നിനക്ക് പിച്ചേ തരുമായിരുന്നു. സ്മാർട്ട് ബോയ്. പക്ഷെ അതൊന്നല്ല നിന്റെ ഉദ്ദേശം. എന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ നിന്റെ ചൂണ്ടയില് എന്നെ ഇരയായി കൊരുത്തും. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയിൽ താങ്ങാവുന്ന ഇര കൊരുത്തി കഴിഞ്ഞാ വന്ന മീൻ തിന്നയില്ല. താങ്ങാവുന്നപ്പുറം വന്ന മീൻ തിന്നയില്ലെന്നല്ലേ? ചൂണ്ട ഒടിഞ്ഞും പോവും. കളിക്കുന്നെങ്കിൽ ആണായി കളിക്ക്. ഇറക്കി വാ, നമുക്കൊരു കൈ നോക്കാം. തേർഡ് റേറ്റ് ഇംഗ്ലീഷിലെന്തോ എഴുതിയിട്ടല്ലോ. തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട് പോലെ അന്തിമയങ്ങുമ്പോ കടത്തിന്നെ പോയി കിടക്കണ അങ്ങനത്തല്ലേ പറഞ്ഞേ? കടത്തിന്നേൽ കിടത്തിട്ട് വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞാലോ? അയ്യോ വേണോ? എന്നാ ഓക്കെ, ബൈ. എല്ലാരും വിളിച്ചു. ഹലോ, എന്താണ് പേര്? അബ്ദുൽ ബാസിദ്. എവിടെയാണ് ബസ്? വയനാട്. വയനാട് നല്ല സ്ഥലമാണ് അല്ലേ? അതെ. എങ്ങനെയുണ്ട് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ? എപ്പോഴും അടിപൊളിയാണ്. റെഡി, ആക്ഷൻ. എന്ത് ഒറ്റ കൊടുക്കണമെന്ന്? ഇൻവെർട്ടർ ഞങ്ങളെല്ലാം അങ്ങനെയാണ്. ഓണാഘോഷമൊക്കെ ആരംഭിച്ചു. ഞാൻ ഇൻവെർട്ടർ അപ്പുറത്ത് വെച്ചു. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ അതിനെ പിച്ചായി തരുമായിരുന്നു. ബട്ട് അതൊന്നുമല്ല നിന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാകും. നീ നിന്റെ ചൂണ്ടലിൽ എന്നെ ഇരയായിട്ട് കൊടുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിൽ കൊരുത്താവുന്നതിലും വലിയ ഇരേനെ കൊടുക്കരുത്. മീനിനിട്ട് തിന്നാനും പറ്റൂല, പിന്നെ ചൂണ്ട ഒടിഞ്ഞും പോവും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കടാ. ഇറങ്ങി വാടാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പോലെ കടത്തണ്ടയിൽ കിടന്നോണ്ട് വേണ്ട. ഇതാണ് അറിയത്തില്ല. വിടേണ്ട സാർ, ഇവനാളൊരു സകല എന്തോടാ വല്ലഭൻ. എന്താ പേര്? ഷെഫീഖ്. ഷെഫീഖ്. എവിടെയാണ് നാട്? ലക്ഷദ്വീപ്. റെഡി, ആക്ഷൻ. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നെക്കപ്പിച്ച കാശായിരുന്നെങ്കിൽ ഞാൻ ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നെക്കപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാൻ പിച്ചായി തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നീ നിന്റെ ചൂണ്ടയിൽ ഇരയായി കുരുത്തു എന്നെ. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയിൽ താങ്ങാവുന്നതിനേക്കാൾ വലിയ ഇരയെ കൊളുത്തിയ ചൂണ്ട ഒടിഞ്ഞു പോകും. മീൻ തിന്നാനും പറ്റൂല. മീൻ തിന്നാൻ പറ്റത്തില്ല. മീന് തിന്നാനും പറ്റില്ല, ചൂണ്ട ഒടിഞ്ഞു പോകും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്ക്. ഇറങ്ങി വാ, നമുക്കൊരു നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പോസ്റ്റ് ഓ, ഈ റൈമണ്ടിന്റെ നെക്സ്റ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. തേർഡ് റേറ്റ് പോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ അന്തിമയങ്ങുമ്പോൾ കിടത്തുമേൽ കിടന്നിട്ടാവരുത്, കടത്തുന്നതിൽ കിടന്നിട്ടാവരുത്. ഓക്കെ, വിട്ടോ. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. യെസ്,
ഇനി വരുന്നു മിസ്റ്റർ ആലൻ. അന്ന് ഏത് കോഴ്സാണ് എടുത്തിരിക്കുന്നത്? ഞാനിവിടെ ARFF എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെഡി, ആക്ഷൻ. ഒറ്റിക്കൊടുക്കൽപ്പെട്ട എന്റെ ഗുരുവായൂരം ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിന് വേണ്ടിയായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായി തരുമായിരുന്നു. പക്ഷേ നിന്റെ ഉദ്ദേശം അതല്ല, നിന്റെ ഉദ്ദേശം വേറെയാണ്. അത് കുഴപ്പമില്ല. ഞാൻ അത്രക്കാരൻ നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നീ നിന്റെ ചൂണ്ടയിൽ എന്നെ ഇരയായി കോർത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, നിങ്ങൾ ഞാനോ? നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ നീ ചൂണ്ടലിൽ താങ്ങാവുന്ന അപ്പുറമുള്ള ഇര ചൂണ്ടലിൽ കൊടുക്കരുത്, ഒരുക്കരുത്. എന്തെങ്കിലും ആവട്ടെ. സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. അത് കൊരുത്താൽ വന്ന മീനിന് അത് തിന്നാനും പറ്റുകയില്ല, ചൂണ്ടൽ ഒടിഞ്ഞു പോവുകയും ചെയ്യും. കളിക്കുവാണെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കണം. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പോലെ കടത്തണയിൽ കിടന്നാകരുത്. വാ, ഇനി നല്ല പൊളിച്ചു വെക്കാം. അടിപൊളി, സൂപ്പർ. ഓക്കേ ഓക്കേ ദൈവമേ, അയാൾ കയ്യില്ലാണ്ട് പോണ്. പേരെന്താണ്? പേര് ഡാൽവിൻ. ഡാർവിൻ. എവിടെ? നാട് എവിടെയാണ്? നാട് നെടുമ്പാശ്ശേരി, കരിയാട്. ഓക്കെ ഓക്കെ. ആക്ഷൻ. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാൻ നിനക്കത് പിച്ചയായി തരുമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല നിന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടയിൽ നീ എന്നെ ഇരയായി കൊരുത്തി. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയേൽക്കാൽ വലിയൊരു ഇരയെ കൊളുത്തരുത്. വരുന്ന മീനത് തിന്നുവാനും പറ്റില്ല, ചൂടൊടിഞ്ഞു പോവുകയും ചെയ്യും. കളിക്കുകയാണെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ മാതിരി അന്തി ഉറങ്ങുമ്പോൾ കിടത്തിന്മേൽ കിടന്ന് ആവരുത്. വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. കുറെ നേരം കൊണ്ട് എല്ലാരും കിഷോറിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കൽ എല്ലാവർക്കും ഇഷ്ടമാണത്. ഓക്കെ, കിഷോറ എവിടെയാണ് നാട്? മൈക്ക് നെടുമ്പാശ്ശേരി. റെഡി, ആക്ഷൻ. ഒറ്റിക്കെടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനാണെങ്കിൽ ഞാൻ നിനക്കത് ഭിക്ഷയായി തന്നേനെ. പക്ഷെ അതൊന്നല്ല നിന്റെ ഉദ്ദേശം. നീ നിന്റെ ചൂണ്ടയിൽ എന്നെ ഇരയായി കൊരുത്തി. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, നിനക്ക് തെറ്റി. ചൂണ്ടയിൽ താങ്ങാവുന്ന ഇരയെ കൊടുത്താൻ പറ്റൂ. വന്ന മീന് തിങ്ങാനും പറ്റിയില്ല. വന്ന മീൻ വന്ന മീനെ തിന്നാനും വന്ന മീനൊട്ട് തിന്നാനും പറ്റിയില്ല. ചൂണ്ടയാണെങ്കിൽ ഒടിഞ്ഞും പോയി. ഇറങ്ങി വാ, നമുക്ക് കളിക്കാം. ഞാനും കൂടെ കൂടട്ടെ കളിക്കേ. കുട്ടികളുടെ കളിയാണ്. ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടും ആണെങ്കിലോ ആണുങ്ങളെ പോലെ കളിക്കാം. അല്ലാണ്ട് തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ മാതിരി അന്തി വയങ്ങുമ്പോ കടത്തിണ്ടാവരുത്. അത് കിടക്ക് തീവർത്ത് കാലക്ക്. ഹാഫിസ് ഞാൻ ഏതോ ഒരു പിന്നെ ഇംഗ്ലീഷ് മൂവിയിലെ ഒരു മുല്ലേന്ന് ദിലീപേട്ടനെ മുല്ലേല അതാണോ? അയ്യോ, അങ്ങനെ പറയല്ലേ. റെഡി, ആക്ഷൻ. ഒറ്റിക്കൊടുത്ത് കിട്ടാം എല്ലാ കൊല്ലവും ഒറ്റിക്കൊടുത്താൽ കിട്ടാവുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാൻ സാഹിബണ്ണ, നിങ്ങൾ മറ്റേ പുള്ളിക്കാരൻ നടന്നു വന്നപ്പോൾ നാക്കിട്ടൊരു പരിപാടി കാണിച്ചില്ലേ? കൊള്ളാം, നല്ല വാ. നീ കണ്ട? ഞാൻ കണ്ടു. അതൊക്കെ എൻ്റെ ചെറിയ ഒന്നുകൂടെ കാണിച്ചു തരൂ. ഒറ്റിക്കൊടുത്താൽ കിട്ടാവുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നു ഞാനത് പിച്ചയായി തരുമായിരുന്നില്ലേ. പക്ഷെ നിന്റെ ഉദ്ദേശം അതല്ല. നീ എന്നെ ചൂണ്ടയിൽ ഇരയായി കൊരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണേട്ടാണോ? ബട്ട് മിസ്റ്റർ കൃഷ്ണേട്ടാ. കുമ്പിടിയല്ലേ? ഉണ്ണിയമ്മയാടോ? കുമ്പിടിയ അല്ല, ഞാൻ കാർത്തിയാനിയാ. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടയിൽ കൊരുത്ത ഇര വലുതായി പോയി. കുഴപ്പമില്ല, വലുതായി പോയി. എന്നിട്ട് എന്നാ ഒരു കാര്യം, ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി വീഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി അത് സിമ്പിൾ ആയിട്ടുള്ളത്. അന്തിദേവിക്ക് കിണ്ടി ഒഴുകുമ്പോൾ നീ പറയണ്ട, നീ വിട്ടോ.
അപ്പം എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഞാൻ ഒരാളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡെന്നല്ല, എങ്കിലും ചെറിയ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ ഞാൻ റൺ ഇറ്റ് അപ്പ്. ആരാണ്? വരും. ബി പെർഫ്യൂം നൽകുന്ന ഒരു സമ്മാനമാണ് ഇത്. 12 hours ലാസ്റ്റിംഗ് ഗ്യാരണ്ടി ഉണ്ട്, 3 days ചെക്കിംഗ് ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, യെസ്. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച അപർണ. അപർണയ്ക്ക് പറ്റിയ ഒരു ഗിഫ്റ്റാണ്. വളരെ മനോഹരമായ ഹെയറാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് കേട്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൈസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അലംകൃത ആയുർവേദിക് ഹെയറിന് പറ്റിയ, ഹെയർ കെയറിങ്ങിന് പറ്റിയ ഒരു 3 മാസത്തേക്കുള്ള കോഴ്സാണ്, ഓയിൽ കോഴ്സ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. യെസ്, ഇനി നമുക്ക് വിളിക്കാം മിസ്റ്റർ ഫ്രിസ്റ്റോ. മനോഹരമായ ചിരിക്കുടമയാണ് അദ്ദേഹം. ഓക്കെ, ഇപ്പോഴും എന്തൊക്കെയോ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഫ്രിസ്റ്റോ, ഇനി എല്ലാം വെട്ടിത്തിളങ്ങും നിന്റെ ചിരി പോലെ തന്നെ. 3 flavors 1 trust. ഗ്രിനോറ ഡിഷ് വാഷാണ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ ആലൻ. അലൻ വളരെ മനോഹരമായിട്ട് തന്നെ ആക്ട് ചെയ്തിരുന്നു, വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ. അലന് വെൽവെ നൽകുന്ന ഒരു പ്യുവർ കോക്കനട്ട് ഓയിലിൻ്റെ. ഇനി വിളിക്കാം മിസ്റ്റർ ബാസിത്ത്. ബാസിത്തിന് മിസ്പ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ഇനി മനോഹരമായി പാടിയ നമ്മുടെ എല്ലാ ബെസ്റ്റിക്ക് ഒരു ബെസ്റ്റ് പ്രൈസ്, വെസ്റ്റേൺ നൽകുന്ന ഒരു സമ്മാനം. കൺഗ്രാറ്റ്സ്. ഇനി നമ്മുടെ വേദിയിലേക്ക് ആദ്യം കടന്നു വരിക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ വളരെ ഗട്ട്സോടുകൂടി വന്ന മിസ്റ്റർ ഷഹീദിന് ഒരു ഗിഫ്റ്റുണ്ട്. ഷഹീദ് കണ്ട് വെസ്റ്റേൺ തന്നെ ഒരു ഗിഫ്റ്റാണ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ CSL കോളേജിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഒരു ബാച്ച് അവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരുപാട് വൈവിധ്യങ്ങളാർന്ന കലാരൂപങ്ങളുമായി അവരവിടെ റെഡി ആയിരിക്കുകയാണ്. തൽക്കാലം നമ്മൾ ബൈ പറയാണ്. ഗുഡ് ബൈ.